ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലദീനം യോഗവിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ വസുദേവർക്ക് ആധ്യാത്മിക ഉപദേശം ഭഗവാൻ കൊടുത്തു. അത് കേട്ടുകൊണ്ടിരുന്ന ദേവകി നഷ്ടപ്പെട്ട പുത്രന്മാരുടെ ലബ്ധിയെക്കുറിച്ച്, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം കൂടി ഭഗവാന്റെ മുമ്പിൽ പ്രകടമാക്കുന്നതാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കാൻ തുടങ്ങിയത്. മരിച്ചുപോയ പുത്രന്മാരോടുള്ള അനുതാപം മൂലം ദേവകി ഭഗവാൻ കൃഷ്ണനോടും ബലരാമനോടും ഇപ്രകാരം പറഞ്ഞു: പ്രിയപ്പെട്ട ബലരാമ, എല്ലാവർക്കും ആനന്ദവും ശക്തിയും ആണെന്ന് നിന്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നു. ഞങ്ങളുടെ മനസ്സിനും വാക്കുകൾക്കും അപ്രാപ്യമാണ് നിന്റെ അപ്രമേയമായ കഴിവുകൾ. അതുപോലെ പ്രിയപ്പെട്ട കൃഷ്ണ, യോഗികളുടെയൊക്കെ അധീശനാണ് നീ. ബ്രഹ്മാവിനെയും അദ്ദേഹത്തിന്റെ സഹായികളെയും പോലുള്ള പ്രജാപതികളുടെയും അധീശനാണ് നീ. ആദിപുരുഷനാണ് നാരായണൻ. കാലഗതിയിൽ വഴിതെറ്റിപ്പോയ സകല ഖലന്മാരെയും നിഗ്രഹിക്കാനാണ് നീ അവതരിച്ചിരിക്കുന്നതെന്നും എനിക്കറിയാം. അവരുടെ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും നിയന്ത്രണം നഷ്ടപ്പെട്ട് സത്വഗുണത്തിൽ നിന്ന് പതിച്ച് പോയിരിക്കുന്നു. അവര് ധൂർത്തും ധാർഷ്ട്യവും നിറഞ്ഞ ജീവിതം നയിച്ച് അവർ വെളിപ്പെടുത്തപ്പെട്ട മതതത്വങ്ങളിലെ നിർദ്ദേശങ്ങളെ അവർ അവഗണിച്ചിരിക്കുന്നു. ഇത്തരം ഖലന്മാരായിരിക്കുന്ന ഭരണാധികാരികളെ നിഗ്രഹിച്ച് ഭൂമിയുടെ ഭാരം കുറയ്ക്കാനാണ് നീ അവതരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട കൃഷ്ണ, ഈ പ്രപഞ്ച പ്രത്യക്ഷത്തിൻ്റെ കാരണാദിയിൽ ശയിക്കുന്നവനും സമസ്ത സൃഷ്ടിയുടെയും പ്രഭവസ്ഥാനവുമായിരിക്കുന്ന മഹാവിഷ്ണു നിന്റെ പൂർണ്ണ അംശത്തിൻ്റെ വികാസം മാത്രമാണെന്ന് എനിക്കറിയാം. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംസ്കാരങ്ങൾ നിന്റെ വികാസങ്ങളാണ് നിർവഹിക്കുന്നത്. അതിനാൽ ഒട്ടും ഒളിക്കാതെ ഞാൻ നിന്നെ അഭയം പ്രാപിക്കുന്നു. നിങ്ങളുടെ ഗുരുവായിരിക്കുന്ന സന്ദീപിനി മുനിക്ക് ഗുരുദക്ഷിണ നൽകാൻ സമയത്ത് അദ്ദേഹം തൻ്റെ മരിച്ചുപോയ പുത്രനെ തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോൾ, മരിച്ചിട്ടും ഏറെക്കാലമായിരുന്നിട്ടും നീയും ബലരാമനും ചേർന്ന് ഉടൻ തന്നെ അവനെ യമരാജന്റെ അധീനത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പ്രവൃത്തിയിൽ നിന്ന് നീ യോഗികളുടെയൊക്കെ സർവാധികാരിയാണെന്നും അഥവാ യോഗീശ്വരനാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതിനാൽ അതേ രീതിയിൽ എൻ്റെ ആഗ്രഹവും സഫലമാക്കാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, കംസനാൽ ഹതരായിരിക്കുന്ന എൻ്റെ പുത്രന്മാരെ മുഴുവൻ തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ ആവശ്യപ്പെടുന്നു. അവരെ തിരിച്ചു കൊണ്ടുവരുന്നതോടെ എൻ്റെ ഹൃദയം സംതൃപ്തമാകും. അവരെ ഒരിക്കലെങ്കിലും കാണാൻ കഴിയുന്നത് എനിക്ക് അത്യന്തം സന്തോഷകരമായിരിക്കും. അപ്പോൾ ദേവകി തൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് തനിക്ക് നഷ്ടപ്പെട്ടു പോയ 6 പുത്രന്മാരെ കാണണം എന്നാണ് പറഞ്ഞത്. ദേവന്മാർക്ക് വരെ അധീശനായിരിക്കുന്ന കൃഷ്ണന്, ബലരാമനും വിചാരിച്ചാൽ തൻ്റെ പുത്രന്മാരെയും സന്ദീപിനി മഹർഷിയുടെ പുത്രനെ വീണ്ടെടുത്ത് കൊടുത്തതുപോലെ തൻ്റെ പുത്രന്മാരെയും കൊണ്ടുവരാനും അവരെ വീണ്ടെടുത്ത് കൊടുക്കാനും സാധിക്കുമെന്ന് ദേവകിക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് തൻ്റെ ഒരു ആഗ്രഹം ഭഗവാന്റെ മുമ്പിൽ ദേവകി മനസ്സ് തുറന്ന് സങ്കല്പിക്കുകയാണ്. അമ്മ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ ഭഗവാൻ ബലരാമനും കൃഷ്ണനും ഉടൻ തന്നെ യോഗമായയുടെ തുണയോടെ സുതലം എന്ന അധോലോകത്തിലേക്ക് യാത്രയായി. പണ്ട് വാമനാവതാരത്തിൽ അസുര രാജാവായ ബലി മഹാരാജാവൻ തൻ്റെ സർവസ്വവും നൽകി പരമപുരുഷനെ സംതൃപ്തനാക്കിയിരുന്നു. അന്ന് ബലി മഹാരാജാവിൻ്റെ വാസസ്ഥാനവും രാജ്യവുമായി സുതലം മുഴുവൻ നൽകപ്പെട്ടു. ഇപ്പോൾ ഈ മഹാഭക്തനായിരിക്കുന്ന ബലി മഹാരാജാവൻ ഭഗവാൻ ബലരാമനും കൃഷ്ണനും തൻ്റെ ലോകത്ത് എത്തിയിരിക്കുന്നത് കണ്ട് സുഖസാഗരത്തിൽ നിമഗ്നനായി തൻ്റെ മുമ്പിൽ ഭഗവാൻ കൃഷ്ണനെയും ബലരാമനെയും കണ്ടയുടൻ അദ്ദേഹവും കുടുംബാംഗങ്ങളും ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ പ്രണമിച്ചു. ഭഗവാൻ കൃഷ്ണനെയും ബലരാമനെയും അദ്ദേഹം ഉപവിഷ്ടരാക്കി. രണ്ടുപേരും സുഖമായി ആസനസ്ഥരായപ്പോൾ അദ്ദേഹം അവരുടെ കാൽ കഴുകിച്ചു. ആ ജലം തൻ്റെയും കുടുംബാംഗങ്ങളുടെയും തലയിൽ തളിച്ചു.
കൃഷ്ണനെയും ബലരാമനെയും പാദപത്മം കഴുകിയ ജലത്തിന് ബ്രഹ്മാവിനെ പോലുള്ള സമുന്നതമായ ദേവന്മാർക്ക് പോലും വിശുദ്ധീകരിക്കാൻ കഴിയുന്നതാണ്. ഇതിനെ തുടർന്ന് വിലപ്പെട്ട വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ചന്ദനദ്രവ്യം, താമ്പൂലം, ദീപം, അമൃത സമാനമായിരിക്കുന്ന ഭോജ്യങ്ങൾ എന്നിവയും ആയിട്ട് കുടുംബാംഗങ്ങളോടൊപ്പം നിയമാക തത്വങ്ങൾ അനുസരിച്ച് ബലി മഹാരാജാൻ ഭഗവാനെ പൂജിക്കുകയും തൻ്റെ സമ്പത്തും ശരീരവും ഭഗവാന്റെ പാതാരബന്ധങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. രാജാ ബലി വീണ്ടും വീണ്ടും ഭഗവാന്റെ കാല് പിടിച്ച് അവ തൻ്റെ മാറിൽ ചേർത്തു. ഇടയ്ക്കിടയ്ക്ക് അവ തലയിൽ വെച്ചു. ഈ വിധത്തിൽ അദ്ദേഹം അതീന്ദ്രിയ ആനന്ദം അനുഭവിച്ചു. പ്രേമവാത്സല്യങ്ങളുടെ കണ്ണുനീർ ആ നേത്രത്തിൽ നിന്ന് പ്രവഹിച്ചു തുടങ്ങി. അദ്ദേഹം ഹർഷപുളകിതനായി. ഇടയ്ക്കിടെ വീർപ്പുമുട്ടുന്ന സ്വരത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇവിടെ നമുക്ക് മഹാബലിയുടെ ചരിത്രത്തിലേക്ക് ഒന്നോടെ നമ്മളെ കൊണ്ടുപോവുകയാണ് ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ. അപ്പോൾ സുതലത്തിലേക്കാണ് പണ്ട് വാമനാവതാരത്തിൽ മഹാബലിയെയും മഹാബലിയുടെ കുടുംബാംഗങ്ങളെ വരെ സുതലത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ ഭഗവാൻ അനുവാദം നൽകിയിരുന്നു. പ്രഹ്ലാദനടക്കം അപ്പോഴാണ് ശരിക്കും മോക്ഷം കിട്ടിയത്. അപ്പോൾ ആ ഭഗവാന്റെ പാർഷദന്മാരായിട്ട് പ്രവർത്തിച്ച് ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് സുതലത്തിലേക്ക് നയിച്ച് അവിടെ ഭഗവാൻ തന്നെ ഇവരുടെ കാവൽക്കാരായി നിൽക്കും. അവര് ആസുരി സ്വഭാവത്താൽ ജന്മസിദ്ധമായിരിക്കുന്ന ആ സ്വഭാവവിശേഷാൽ വാസനാബലത്താൽ തിരിച്ച് ആസുരി ഭാവത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രക്ഷയും കൂടി ഇവർക്ക് ഭഗവാൻ സ്വയം നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ദേവകിയുടെ ആഗ്രഹപ്രകാരം ദേവകിയുടെ നഷ്ടപ്പെട്ടു പോയ 6 പുത്രന്മാരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ബലരാമനും ശ്രീകൃഷ്ണനും കൂടെ പുറപ്പെട്ടപ്പോൾ അത് നേരെ പോയത് വിമാനമാർഗം സുതലത്തിലേക്കാണ് പോയത്. അപ്പോൾ സുതലത്തിൽ ചെന്നപ്പോൾ സുതലത്തിലിരിക്കുന്ന മഹാബലിയും കൂട്ടരും കുടുംബാംഗങ്ങളും ഇദ്ദേഹത്തെ വളരെ ആദരവോടെ സ്വീകരിച്ചു. ആർഘ്യപാദാദികൾ കൊണ്ട് അവരെ പ്രസാദിപ്പിച്ചു. അവരെ പൂജിക്കുകയും തൻ്റെ സമ്പത്തും ആ സുതലത്തിലുണ്ടായിരുന്ന എല്ലാവിധ സമ്പത്തും ശരീരവും ഭഗവാന്റെ തന്നെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. രാജാബലി വീണ്ടും ഭഗവാന്റെ വീണ്ടും കാലു പിടിച്ച് തൻ്റെ മാറോട് ചേർത്തു. ഇടയ്ക്കിടെ അവ തലയിലെടുത്തു വെച്ചു. ഈ വിധത്തിൽ അദ്ദേഹം അതീന്ദ്രിയ ആനന്ദം അനുഭവിച്ചു. പ്രേമവാത്സല്യങ്ങളുടെ കണ്ണുനീർ ആ നേത്രത്തിൽ നിന്ന് പ്രവഹിച്ചു തുടങ്ങി. അദ്ദേഹം ഹർഷപുളകിതനായി. ഇടയ്ക്കിടയ്ക്ക് വീർപ്പുമുട്ടുന്ന സ്വരത്തിൽ അദ്ദേഹം ഇപ്രകാരം ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് കൊണ്ട് പറഞ്ഞു: പ്രിയപ്പെട്ട ഭഗവാനെ ബലരാമ, അങ്ങ് സാക്ഷാൽ അനന്തദേവനാണ്. അങ്ങിൽ നിന്നും ഭഗവാൻ കൃഷ്ണനിൽ നിന്നുമാണ് അനന്തശേഷവും അനന്തശേഷനും മറ്റ് അതീന്ദ്രിയ രൂപങ്ങളും ആദ്യം നിസ്സരിച്ചത്. അങ്ങ് സാക്ഷാൽ ആദിപുരുഷനാണ്. അവിടുത്തെ സനാതന രൂപം ജ്ഞാനമയവും ആനന്ദമയവുമാണ്. ലോകത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവാണ് അങ്ങ്. ജ്ഞാനയോഗത്തിൻ്റെയും ഭക്തിയോഗത്തിൻ്റെയും പ്രാരംഭകനും പ്രതിപാദകനുമാണ് അങ്ങ്. അങ്ങ് പരബ്രഹ്മമാണ്, ആദിപുരുഷനാണ്. അതിനാൽ നിങ്ങൾ ഇരുവർക്കും ആദരപൂർവം ഞങ്ങൾ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഭഗവാന്മാരെ, ജീവാത്മാക്കൾക്ക് അങ്ങയെ ദർശിക്കാൻ കിട്ടുക വിഷമമുള്ള കാര്യമാണ്. എങ്കിലും ഭക്തന്മാരിൽ അങ്ങയ്ക്ക് കാരുണ്യമുണ്ടാകുമ്പോൾ അവർക്ക് അങ്ങയുടെ ദർശനം എളുപ്പമായി തീരുന്നു. അങ്ങനെയിരിക്കെ അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് അങ്ങ് ഇവിടെ വന്നതും അങ്ങയെ പൊതുവെ രജസ്തമോ ഗുണങ്ങൾക്ക് കീഴ്പ്പെട്ടു പോയ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതും. പ്രിയപ്പെട്ട ഭഗവാനെ, ഞങ്ങൾ ദൈത്യരാണ്, അഥവാ അസുര വിഭാഗത്തിൽപ്പെട്ടവരാണ്. അസുരന്മാർ അഥവാ ആസുര സ്വഭാവമുള്ള ആളുകൾ ഗന്ധർവന്മാർ, സിദ്ധന്മാർ, വിദ്യാധരന്മാർ, ചാരണന്മാർ, യക്ഷന്മാർ, രാക്ഷസന്മാർ, പിശാചുകൾ, ഭൂതങ്ങൾ, കുട്ടിച്ചാത്തന്മാർ പ്രകൃത്യാ തന്നെ അങ്ങയെ പൂജിക്കാനോ അങ്ങയുടെ ഭക്തന്മാരാകാനോ കഴിവില്ലാത്തവരാണ്. ഭക്തന്മാരാകുന്നതിന് പകരം ഭക്തിമാർഗത്തിൽ അവർ തടസ്സമുണ്ടാക്കുന്നവരുമാണ്. എന്നാൽ അവർക്ക് വിരുദ്ധമായിട്ട് ഭേദങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ശുദ്ധമായിരിക്കുന്ന സാത്വിക ഗുണത്തോടു കൂടിയ പരമപുരുഷനാണ് അങ്ങ്. അങ്ങയുടെ നില സദാ അതീന്ദ്രിയമാണ്. ഇക്കാരണത്താൽ രജസ്തമോ ഗുണങ്ങളാൽ പിറന്ന ഞങ്ങളിൽ ചിലർ അങ്ങയുടെ പാദപത്മങ്ങളെ അഭയം പ്രാപിച്ച് അങ്ങയുടെ ഭക്തന്മാരായി തീരുന്നു. ഞങ്ങളിൽ ചിലരൊക്കെ നിർമ്മല ഭക്തന്മാരാണ്. മറ്റു ചിലർ ഭക്തിയിൽ നിന്ന് ഏതെങ്കിലും നേടാൻ ആഗ്രഹിച്ച് അങ്ങയുടെ പാദപത്മങ്ങളിൽ അഭയം തേടിയവരുമാണ്.
അവിടുത്തെ അഹൈതുകമായിരിക്കുന്ന കാരുണ്യം കൊണ്ട് മാത്രമാണ് അസുരന്മാരായിരിക്കുന്ന ഞങ്ങൾക്ക് അവിടുന്നുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാൻ സംഗതിയായത്. ദേവന്മാർക്ക് പോലും കൈവരിക്കാൻ കഴിയാത്തതാണ് ഈ ബന്ധം. അങ്ങയുടെ യോഗമായയിലൂടെ അങ്ങ് പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അവിടുത്തെ ആന്തരശക്തിയുടെ വ്യാപ്തിയെക്കുറിച്ച് ദേവന്മാർക്ക് പോലും കണക്കാക്കാവുന്നതല്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അതെങ്ങനെ അറിയാൻ കഴിയും? അതിനാൽ ഞാൻ എൻ്റെ വിനീതമായ പ്രാർത്ഥന അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ മുമ്പിൽ പൂർണ്ണമായിട്ടും കീഴടങ്ങിയിരിക്കുന്ന എന്നോട് കാരുണ്യം കാണിക്കണമേ. ജന്മാന്തരങ്ങളിൽ പോലും അവിടുത്തെ നമസ്കരിക്കാൻ അവിടുത്തെ അഹൈതുകമായ കാരുണ്യം കൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ. തികഞ്ഞ മനഃശാന്തിയോടെ ഒറ്റയ്ക്ക് അങ്ങുമിങ്ങും സഞ്ചരിച്ച് അവിടുത്തെ പാദപത്മങ്ങളെ മാത്രം ആശ്രയിക്കുന്ന പരമഹംസന്മാരെ പോലെ ഒറ്റയ്ക്ക് കഴിയാനാണ് എൻ്റെ ഒരേ ഒരു അഭിലാഷം. ആരോടെങ്കിലും ബന്ധപ്പെടേണ്ടി വന്നാൽ അവർ അങ്ങയുടെ നിർമ്മല ഭക്തന്മാരായിട്ടല്ലാതെ ആരുമായിട്ടും വരരുതെന്നും ആഗ്രഹമുണ്ട്. കാരണം അങ്ങയുടെ നിർമ്മല ഭക്തന്മാർ എന്നും സകല ജീവാത്മാക്കളെയും അഭ്യുതകാംക്ഷികളാണ്. പ്രിയപ്പെട്ട ഭഗവാനെ, ലോകത്തിൻ്റെ മുഴുവൻ സംവിധായകനും പരമാധികാരിയും അവിടുന്ന് തന്നെയാണ്. അതിനാൽ ദയവായിട്ട് എന്നെ അങ്ങയുടെ സേവനത്തിൽ വ്യാപൃതനാക്കുകയും അങ്ങനെ എന്നെ ഭൗതിക മാലിന്യത്തിൽ നിന്ന് മുക്തനാക്കുകയും ചെയ്താലും അങ്ങനെ അങ്ങയ്ക്ക് എന്നെ വിമലീകരിക്കാനാവും. കാരണം അങ്ങയുടെ പ്രേമപൂർവ്വ സേവനത്തിൽ നിരതനാകുന്നവർ വേദങ്ങളിൽ പറയുന്ന എല്ലാത്തരം നിയമാഗതത്വങ്ങളിൽ നിന്നും മുക്തനാകുന്നതാണ്. ഇവിടെ പരമഹംസൻ എന്ന പദത്തിനർത്ഥം സർവശ്രേഷ്ഠമായ അരയന്നം എന്നാണ്. പാലും വെള്ളവും കൂട്ടിച്ചേർന്ന മിശ്രിതത്തിൽ നിന്ന് പാൽ മാത്രം വേർതിരിച്ച് എടുക്കുകയും വെള്ളം തിരസ്കരിക്കുകയും ചെയ്യാൻ അരയന്നത്തിന് മാത്രമേ കഴിയൂ. അതേപോലെ ഭൗതിക ലോകത്ത് നിന്നും ആധ്യാത്മിക ആകാശം ഭൗതിക ലോകത്തിൽ നിന്ന് ആധ്യാത്മിക അംശം മാത്രം സ്വീകരിക്കാൻ കഴിയുന്നവനും പരമാത്മാവിനെ മാത്രം ആശ്രയിച്ച് ഭൗതിക ലോകത്തിലല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയുന്നവനുമാണ് യഥാർത്ഥ പരമഹംസൻ. പരമഹംസന്റെ വിധാനത്തിൽ എത്തുവാൻ ഒരിക്കലും വേദാനുശാസനങ്ങളെ നിയമാഗതത്വങ്ങൾക്ക് വിധേയനാകുന്നില്ല. പരമഹംസൻ നിർമ്മല ഭക്തന്മാരുമായിട്ട് മാത്രമേ ബന്ധപ്പെടുകയുള്ളൂ. ഭൗതികമായിട്ടുള്ള ആസക്തി ഉള്ളവർക്ക് പരമഹംസന്റെ വില മനസ്സിലാവുകയുമില്ല. എന്നാൽ ആധ്യാത്മിക ബോധത്തിൽ പുരോഗതി നേടാൻ ഭാഗ്യം സിദ്ധിച്ചവർ പരമഹംസന്മാരെ അഭയം പ്രാപിക്കുകയും മനുഷ്യജീവിതത്തിൻ്റെ ദൗത്യം വിജയകരമായിട്ട് പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സന്യാസ സമൂഹത്തിൽ പരമഹംസന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗം സന്യാസത്തിൽ ഒരു ഘട്ടത്തിൽ എത്തിച്ചേരണം, പരമഹംസനാകണം. സന്യാസത്തിൽ 4 ഘട്ടങ്ങളുണ്ട്. അതിലൊരു ഘട്ടമാണ് പരമഹംസനാകുക എന്ന് പറയുന്നത്. അപ്പോൾ പരമഹംസന്റെ ശ്രേഷ്ഠത എന്താണെന്ന് ഇവിടെ ബലി മഹാരാജൻ ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥനാബലത്താൽ പറയുന്നുണ്ട്. ആ പരമഹംസൻ ആരാണ്, എങ്ങനെയാണ്, അതിൻ്റെ ശ്രേഷ്ഠത എന്താണ് എന്നൊക്കെ ഇവിടെ കൃത്യമായിട്ട് ഉദാഹരണ സഹിതം പറയുന്നുണ്ട്. ബലി മഹാരാജാവിൻ്റെ പ്രാർത്ഥന കേട്ട ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു: പ്രിയപ്പെട്ട അസുരരാജൻ, എത്രയൊക്കെ മോക്ഷം കിട്ടിയിട്ട് സുതലത്തിലേക്ക് പോയിട്ടും ഈ ഒരിക്കൽ പേര് വന്നു കഴിഞ്ഞാലേ പിന്നെ അതൊരിക്കലും മാറില്ല. അതാണ് എന്നുവരെ നാമരൂപങ്ങളാൽ നിലനിൽക്കുന്നു. ആ നാമരൂപങ്ങൾക്ക് എത്രയൊക്കെ നമ്മൾ ശ്രേഷ്ഠത നേടിയാലും എത്രയൊക്കെ സ്ഥാനങ്ങളിൽ എത്തിയാലും അത് മാറില്ല. ജന്മവാസനാ ബലത്താൽ ആ പേര് നിലനിൽക്കും. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നത്, അല്ലയോ ബലി മഹാരാജാവിൻ്റെ പ്രാർത്ഥന കേട്ട് കൃഷ്ണൻ തന്നെ എങ്ങനെയാണ് സംബോധന ചെയ്ത്, അല്ലയോ പ്രിയപ്പെട്ട അസുരരാജൻ, സ്വയംഭുവ മന്വന്തരത്തിൽ മരീചി എന്ന പ്രജാപതി ഊർണ എന്ന പത്നിയിൽ ദേവഗണത്തിൽപ്പെട്ട് 6 പുത്രന്മാർക്ക് ജന്മം നൽകി. ഒരിക്കൽ ബ്രഹ്മാവ് തൻ്റെ പുത്രിയിൽ ആകർഷനായിട്ട് ലൈംഗികാഭിലാഷങ്ങളാൽ പ്രേരിതനായി അവളെ പിന്തുടരുകയുണ്ടായി. അപ്പോൾ ആ ദേവന്മാർ ബ്രഹ്മദേവന്റെ പ്രവൃത്തിയെ വെറുപ്പോടെ വീക്ഷിച്ചു. ബ്രഹ്മദേവന്റെ നേരെയുള്ള ഈ ദേവന്മാരുടെ ഈ പെരുമാറ്റം മഹാ അപരാധമായിട്ട് ഭവിച്ചു. അക്കാരണത്താൽ
അവർ അസുരനായിരിക്കുന്ന ഹിരണ്യകശിപുവിൻ്റെ പുത്രന്മാരായിട്ട് ജനിക്കട്ടെ എന്ന് ശപിക്കപ്പെട്ടു. ഹിരണ്യകശിപുവിൻ്റെ ഈ പുത്രൻ പിന്നീട് ദേവകിയുടെ ഗർഭത്തിലായി. ജനിച്ച മാത്രയിൽ തന്നെ അവരെല്ലാം ഓരോരുത്തരായിട്ട് കംസനാൽ വധിക്കപ്പെട്ടു. പ്രിയപ്പെട്ട അസുരരാജൻ, അമ്മയായ ദേവകിക്ക് 6 പുത്രന്മാരെയും വീണ്ടും കാണാൻ അത്യാകാംക്ഷയുണ്ട്. കംസന്റെ കൈകൾ കൊണ്ട് അവർക്കുണ്ടായ അകാല മൃത്യു മൂലം അവർ അത്യന്തം ദുഃഖിതരാണ്. അവരെല്ലാം അങ്ങയോടൊത്ത് ജീവിക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. ഇവിടെ എന്തിനാണ് ഇത് ബലിമഹാരാജാവിൻ്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 6 പുത്രന്മാർ എന്തുകൊണ്ടാണ് ദേവകിക്കുണ്ടായി കംസനാൽ വധിക്കപ്പെട്ടത് എന്നും കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ബലിമഹാരാജാവിൻ്റെ പ്രാർത്ഥന കേട്ട ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: അല്ലയോ അസുരരാജൻ, സ്വയംഭൂമന്യുദ്ധത്തിൽ മരിചി എന്ന പ്രജാപതി ഊർണ എന്ന പത്നിയിൽ ദേവഗണത്തിൽപ്പെട്ട 6 പുത്രന്മാർക്ക് ജന്മം നൽകി. ആ ദേവഗണത്തിൽപ്പെട്ട 6 പുത്രന്മാരാണ് പിന്നീട് ദേവകിയുടെ പുത്രന്മാരായിട്ട് ജനിച്ചത്. അവിടെ എന്താ സംഭവിച്ചത്? ഒരിക്കൽ ബ്രഹ്മാവ് തൻ്റെ പുത്രിയിൽ ആകർഷനായി തന്നെ ആകർഷനായി ലൈംഗികാഭിലാഷങ്ങളാൽ പ്രേതനായിട്ട് അവളെ പിന്തുടർന്നു. അപ്പോൾ ദേവന്മാര് ബ്രഹ്മദേവന്റെ പ്രവൃത്തിയെ വെറുപ്പോടെ വീക്ഷിച്ചു. തൻ്റെ പുത്രിയെ തന്നെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ച ബ്രഹ്മദേവന്റെ പ്രവൃത്തിയെ ദേവന്മാർ വരെ വെറുപ്പോടെ വീക്ഷിച്ചു. ബ്രഹ്മദേവന്റെ നേരെയുള്ള ദേവന്മാരുടെ ഈ പെരുമാറ്റം മഹാ അപരാധമായിട്ട് ഭവിച്ചു. സൃഷ്ടികർത്താവിന് ആകുമ്പോൾ എന്ത് ചെയ്യാമെന്നൊരു ധാരണ ഇതിൽ നിന്ന് പണ്ടേ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ നടന്നിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അക്കാരണത്താൽ അവർ അസുരനായിരിക്കുന്ന ഹിരണ്യകശിപുവിൻ്റെ നേരെയുള്ള ദേവന്മാരുടെ ഈ പെരുമാറ്റം മഹാ അപരാധമായിട്ട് കണക്കാക്കി. ബ്രഹ്മദേവൻ ചെയ്ത കാര്യം അപരാധമായിട്ട്. അക്കാരണത്താൽ അവർ അസുരനായിരിക്കുന്ന ഹിരണ്യകശിപുവിൻ്റെ പുത്രന്മാരായിട്ട് ജനിക്കട്ടെ എന്ന് ദേവന്മാർ ശപിച്ചു. ഹിരണ്യകശിപുവിൻ്റെ ഈ പുത്രന്മാർ പിന്നീട് ദേവകിയുടെ ഗർഭത്തിലായി. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.